ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളവർക്ക് അതുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അരി കുതിർത്ത് അരച്ചിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നെയ്യപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി വെള്ളം വാർന്നു പോകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 6 അച്ച് എടുക്കുക, അല്ലെങ്കിൽ ഒരു 5 അച്ച് ശർക്കര ഒക്കെ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിലേക്കൊരു 3/4 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കേണ്ട. നമ്മൾ അരി അരിച്ചെടുക്കുന്നത് ഈ ഒരു ശർക്കര പാനിയിലാണ്. അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാവ് ലൂസായിട്ട് വരും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ശർക്കര ഉരുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ശർക്കര ഇവിടെ കംപ്ലീറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ശർക്കര പാനി ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിയുടെ ആ ഒരു ലെവലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് തരിയോട് കൂടിയിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശർക്കര വെള്ളത്തിൽ അരച്ചെടുക്കുമ്പോൾ എന്തായാലും നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്ക് തരിയോട് കൂടിയിട്ടുള്ള മാവ് തന്നെയാണ് നെയ്യപ്പത്തിന് വേണ്ടത്. ഇനി നമുക്കിതുപോലൊരു 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ടേബിൾ സ്പൂണായിട്ട് 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ശർക്കര വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര വെള്ളം ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പാകത്തിന് മധുരം അത്യാവശ്യം ഇതിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യപ്പം ചുടുമ്പോൾ ചെറിയ ജീരകമോ എള്ളോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മളിത് തരിയോടുകൂടി അരച്ചെടുത്തിട്ടുള്ള മാവാണ്. ആ തരിയൊക്കെ ഒന്ന് കുതിർന്ന് വരുമ്പോഴാണ് നല്ല നെയ്യപ്പം ആയിട്ട് കിട്ടുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഇപ്പോൾ മാവുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് ലൂസാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് ചുടാനുള്ള നേരത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മാവ് കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട്. ആ തരിയൊക്കെ ഒന്ന് കുതിരുമ്പോൾ എന്തായാലും ഒന്ന് ടൈറ്റായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇത്ര ടൈറ്റായിട്ടുള്ള മാവാകുമ്പോൾ നെയ്യപ്പത്തിൻ്റെ ഉൾവശം വെന്ത് വരില്ല. അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്ത് നെയ്യപ്പം ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ഉൾവശം വേവാതെ പുറംഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. അപ്പോൾ സാവധാനം വേവിച്ചെടുക്കാം. എന്നാലേ നെയ്യപ്പത്തിൻ്റെ ഉൾവശം നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് നന്നായിട്ട് കളറ് മാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, നന്നായിട്ട് വെന്ത് വരുന്നത് വരെ. എന്നിട്ട് നന്നായിട്ട് കളറ് മാറിയതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നെയ്യപ്പത്തിൻ്റെ 2 സൈഡും ഒരുപോലെ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് എടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അരി അരച്ചിട്ട് നെയ്യപ്പം ചുടുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും നമ്മൾ മാവ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാലും നന്നായിട്ട് നെയ്യപ്പം സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ചെയ്യുക, നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്